സുജോ സാർ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കണ്ടതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി, നമ്മുടെ പപ്പുമോൻ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പപ്പുമോൻ ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു വിമാനങ്ങളും നഷ്ടപ്പെട്ടില്ല, സകല വൈമാനികരും തിരിച്ചെത്തി എന്ന് നമ്മുടെ നാവികസേനയുടെ എയർ മാർഷലായിട്ടുള്ള AK ഭാരതി വന്ന് പറഞ്ഞിട്ട് പോലും രാഹുൽ ഗാന്ധിക്ക് വിശ്വാസം വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഇതിൽ നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യ നടത്തിയിരിക്കുന്ന വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ്, ഒരു യുദ്ധതന്ത്രം, അത് ലോകത്തെ അടക്കം ഞെട്ടിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ ആർമിയെ നമ്മൾ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. അവർ ഡമ്മി എയർക്രാഫ്റ്റുകൾ ആദ്യം ഈ പാകിസ്ഥാന്റെ റഡാർ സംവിധാനത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ അയക്കുകയും അതിനുശേഷം ഡമ്മി ബ്രഹ്മോസ് അയക്കുകയും അതിനുശേഷമാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഈ യുദ്ധവിമാനങ്ങൾ അങ്ങോട്ടേക്ക് അയക്കുകയും ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡമ്മി എയർക്രാഫ്റ്റ് അങ്ങോട്ടേക്ക് അയക്കുമ്പോൾ പാകിസ്ഥാൻ അത് അടിച്ചു കാണാം. നമ്മുടെ എല്ലാ ഡിഫൻസ് സ്ട്രാറ്റജിയും എടുത്ത് ഈ ലോകത്തിന് മുമ്പിൽ തുറന്നു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇപ്പൊ പറയുന്നുണ്ട് പാർലമെന്റ് സമ്മേളനം വിളിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ പാകിസ്ഥാനിൽ പാർലമെന്റ് സമ്മേളനം വിളിച്ചിട്ട് പാകിസ്ഥാൻ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇന്ത്യ അടിച്ചു എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ജനതയുടെ മുമ്പിൽ അവർ കാണിക്കുന്നുണ്ട്. അത് അവർക്ക് അത്യാവശ്യമാണ്, അത് അവർക്ക് അങ്ങനെ കാണിച്ചേ പറ്റൂ. കാരണം പാകിസ്ഥാനിൽ ഇല്ലെങ്കിൽ ഇവന്മാരെ എല്ലാം കുത്തി നിർത്തും അവിടെയുള്ള ജനങ്ങൾ. ഒന്നാമത് പാകിസ്ഥാൻ നാലായിട്ട് പിളരാൻ പോവുകയാണ്. അത് വെച്ചിട്ട് പാകിസ്ഥാൻ ആ പാർലമെന്റ് വിഷ്വൽസ് വെച്ചിട്ട് ഇന്ത്യയിൽ അടക്കം ആ പാർലമെന്റ് വിഷ്വൽസ് ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ പാർലമെന്റ് വിളിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്ത് ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്? നമ്മൾ എത്ര യുദ്ധവിമാനങ്ങൾ തകർന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ഒരു സഹായമായി മാറില്ലേ? ഇപ്പൊ തന്നെ പാകിസ്ഥാൻ രാഹുൽ ഗാന്ധിയെ കോട്ട് ചെയ്തുകൊണ്ട് പാകിസ്ഥാനി മാധ്യമങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഞങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് തെളിഞ്ഞില്ലേ? ഓപ്പോസിഷൻ ലീഡർ വരെ ചോദിക്കുന്നു ഇതാ എത്ര വിമാനങ്ങൾ തകർന്നിട്ടുണ്ടെന്ന്. അപ്പൊ എത്രത്തോളം എങ്ങനെയൊക്കെ കുലം കുത്താം, എങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തിനെ മുടിപ്പിക്കാമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു പറയുന്നതിൽ ഖേദമുണ്ട്. ഒരു വൃത്തികെട്ടവനാണ് ഈ രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം വിഷമത്തോടു കൂടി, എനിക്ക് വളരെയധികം ദേഷ്യവും അമർഷവും ഉണ്ട്. കാരണം നമ്മുടെ രാജ്യം നടത്തിയ ഒരു അച്ചീവ്മെന്റ് നമ്മുടെ ആർമി പറയുന്നു, നമ്മുടെ എയർ മാർഷൽ പറയുന്നു, നമ്മുടെ ആർമി ചീഫ് പറയുന്നു, നമ്മുടെ നേവൽ അഡ്മിറൽ പറയുന്നു, പ്രധാനമന്ത്രി രാജ്യത്തിനെ അഭിസംബോധന ചെയ്തു, സർവകക്ഷി യോഗം വിളിക്കുന്നു, എന്തൊക്കെ ചെയ്തിട്ട് അവസാനം ചോദിക്കുന്നത് എത്ര യുദ്ധവിമാനങ്ങൾ തകർന്നു എന്നുള്ളത്. എന്താണ് ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ അജണ്ട എന്ന് പറയുന്നത്? പുള്ളിക്കാരൻ പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ? ഇതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. അത് കഴിഞ്ഞ് നമുക്ക് വേറെ നാവിക്കിലേക്കൊക്കെ വരാം. ഇതില് തീർച്ചയായിട്ടും ധനുഷ് പറഞ്ഞ ഒരു കാര്യവും ഇതുമായിട്ട് കൂട്ടിവയ്ക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ ഡമ്മി മിസൈൽ എയർക്രാഫ്റ്റുകൾ അയച്ചു. അപ്പോൾ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഡമ്മി നേതാക്കന്മാർ ഇന്ത്യയിലുണ്ട്. അതായത് അവരുടെ താല്പര്യം രക്ഷിക്കേണ്ട ഡമ്മി നേതാക്കന്മാർ ഇന്ത്യയിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവരിങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും, ഇങ്ങനത്തെ നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതിനുള്ള ഉത്തരം നമുക്ക് ഇപ്പോഴും പറയാനുള്ള ഇത്രേ ഉള്ളൂ: നമ്മുടെ ആർമി പറയുന്നത് വിശ്വസിക്കുക. ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മുടെ ആർമി പറയുന്നതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക. ആർമിക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്ന് അവർക്ക് തോന്നുന്ന ഡേറ്റാസ് അവർ പുറത്തുവിടും. ബാക്കി ഡേറ്റാസ് ഉണ്ടെങ്കിൽ പുള്ളിയുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് മാറ്റം ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. തൽക്കാലം സൗകര്യപ്പെടില്ല എന്ന് മാത്രമേ അതിനെ കുറിച്ച് പറയാൻ. ഈ ഡമ്മി എയർക്രാഫ്റ്റ് നമ്മൾ അവിടെ വിട്ടിട്ട് നമ്മൾ വലിയ ഫൈറ്റ് നടത്തി എന്ന് പറയുമ്പോൾ ഈ കോൺഗ്രസ് കാണിക്കുന്ന ഒരു എന്താ പറയുക, വലിയൊരു രാജ്യത്തോട് കാണിക്കുന്ന ഒരു അനീതി എന്ന് പറയുന്നത് ഇവർ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഈ റഫാൽ വന്നപ്പോഴും S-400 വന്നപ്പോഴും ഇവർ പ്രധാനമായിട്ടും പറയുന്നത് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പുറത്തു വരണം. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ അങ്ങനെ സകല ആൾക്കാരുടെ മുമ്പിലേക്ക് നിരത്തി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇവരെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ പ്രതിരോധ സംവിധാനം ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇപ്പൊ നമ്മുടെ ജയശങ്കർ ഉണ്ടല്ലോ, ജയശങ്കർ, അദ്ദേഹത്തിനോട് ഒരു ഇന്റർവ്യൂവിൽ ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട്, ഇന്ത്യക്ക് ഇപ്പൊ കാണുന്ന സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ, ഒരു സെക്കൻഡ് ലെയർ സെക്യൂരിറ്റി, അതായത് ഒരു പ്ലാൻ ബി. ഇപ്പൊ നമ്മളിപ്പോ റഫാലിനെ കുറിച്ച് പറയുന്നു. റഫാലിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പ്രതിരോധ മന്ത്രാലയം ഇവരുടെയൊക്കെ ഒരു കാരുണ്യം കൊണ്ട് ലോക രാജ്യങ്ങൾക്ക് അറിയാം. റഫാൽ എന്ന് പറയുന്നത് 2100 കിലോമീറ്റർ ആണ് അത് സഞ്ചരിക്കുന്നത്. ഇത്ര മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ സഞ്ചരിക്കും, ഇത്ര ബോംബുകൾ വഹിക്കാൻ സാധിക്കും. അപ്പോൾ റഫാൽ പറന്നു വരുന്നു എന്ന് അറിയുമ്പോൾ അപ്പുറത്തെ രാജ്യങ്ങൾക്ക് ഇതിനെ പ്രതിരോധിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യക്ക് ഒരു പ്ലാൻ ബി ഉണ്ടോ? ആരും അറിയാത്തൊരു പ്ലാൻ ബി ഉണ്ടോ? ലോക രാജ്യങ്ങളൊന്നും അറിയാത്തൊരു പ്ലാൻ. അപ്പൊ ജയശങ്കർ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നത്, യെസ്, ഇന്ത്യ ഹാസ് എ പ്ലാൻ ബി, പക്ഷെ അത് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എനിക്ക് കൊന്നുകളയേണ്ടി വരും എന്നാണ് ജയശങ്കർ പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ആ പ്ലാൻ ബിയിലേക്കാണ് ഇവരുടെ ഒരു നോട്ടം എന്നാണ് എൻ്റെ ഒരു തോന്നല്. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അങ്ങനെ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ടോ? നമ്മുടെ ജനാധിപത്യം ഒക്കെയാണ് ഓക്കെ, പക്ഷെ അങ്ങനെ ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അന്ന് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിച്ച സമയത്ത് അവർ പറഞ്ഞത് ആ സമയത്ത് UAE യുദ്ധവിമാനങ്ങൾ വാങ്ങിച്ചായിരുന്നു.
അപ്പൊ ഇവര് പറയുന്നത് വെച്ചാൽ UAEയും ഇന്ത്യയും തമ്മിൽ വാങ്ങിച്ച വിമാനങ്ങളുടെ ടെൻഡറിലുള്ള വില വ്യത്യാസത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അതൊക്കെ പറഞ്ഞിട്ടാണ് ഇവരൊരു കമ്പാരിസൺ നടത്തുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റാഫേൽ യുദ്ധവിമാനത്തിന്റെ അകത്ത് നമ്മൾ ആവശ്യപ്പെടുന്ന ഏറ്റവും സോഫ്റ്റ്വെയറുകൾ, നമ്മൾ ആവശ്യപ്പെടുന്ന സംവിധാനങ്ങൾ, നമ്മൾ ആവശ്യപ്പെടുന്ന മിസൈൽസ്, നമ്മൾ ആവശ്യപ്പെടുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഹെൽമെറ്റുകൾ, ഇതേ സാധനങ്ങൾ തന്നെയാണോ UAE അവരുടെ ഓർഡറിലുള്ളതെന്ന് നമുക്കറിയില്ല. അപ്പം ഇവര് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒന്ന് ജനങ്ങളുടെ ഇടയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാനും, പിന്നെ ഇതിന്റെ സ്പെസിഫിക്കേഷൻസ്, നമ്മൾ ഏത് തരത്തിലുള്ള ഈ ആയുധങ്ങളാണ് അതിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ ഇതിന്റെ സ്പെസിഫിക്കേഷൻ കുത്തി കുത്തി ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് പുറത്തോട്ട് വിടും. പോസിബിളി നമുക്ക് ഒരു ആർമിനെ സംബന്ധിച്ച് ഒരു ഉദാഹരണം പറയട്ടെ, നമ്മളിപ്പോ റാഫേൽ യുദ്ധവിമാനത്തിനകത്ത് ഏതൊക്കെ മിസൈലുകളാണ് ഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള സോഫ്റ്റ്വെയർ സിസ്റ്റംസ് ആണ്, അതിന്റെ ഹെൽമെറ്റിന്റെ കൂടുതൽ പ്രത്യേകതകൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഏത് തരത്തിൽ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്ത് തരണം ആ വിമാനം എന്നാണ് റാഫേൽ ഈ പറയുന്ന കമ്പനിയോട് പറഞ്ഞേക്കുന്നതെന്നൊക്കെ പബ്ലിക് ഡൊമൈനിൽ കൊടുക്കുന്നതിനേക്കാളും ഭേദം ഇത് വെറുതെ വിമാനം അവിടെ എവിടെയെങ്കിലും തൂക്കിയിട്ടിട്ട് അടിച്ചോളാൻ പറയുന്നല്ലേ, അതായത് ശത്രു രാജ്യത്തിനോട്. അപ്പം ഇവരുടെ ഒരു നരേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിലിറ്ററി സീക്രട്സ് ഒന്നും അതിപ്പം ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു ഓഫീസർക്ക് തന്നെ തീർച്ചയായിട്ടും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിന്റെ ടോപ്പ് ലെവലിലുള്ള കുറച്ച് ആൾക്കാർക്കോ ഒക്കെ ആയിരിക്കും അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നത്. അല്ലെങ്കിൽ ഒരു വിമാനത്തിലോട്ട് പുതിയ ആയുധങ്ങൾ ഘടിപ്പിക്കാൻ കൊണ്ടുവരുമ്പോഴായിരിക്കും ചിലപ്പം അവർ പൈലറ്റ്സ് അറിയുന്നത്. അപ്പൊ ഇതെല്ലാം പബ്ലിക് ഡൊമൈനിൽ, അല്ലെങ്കിൽ നമ്മൾ ഏത് തരത്തിലാണ് പാകിസ്ഥാനെ ഫൂൾ ചെയ്തത്, അല്ലെങ്കിൽ ഏതൊക്കെ മിസൈൽസ് ഉപയോഗിച്ചു, അല്ലെ ഇൻ കേസ് നമ്മുടെ ഒരു വിമാനം തകർന്നു തന്നെ ഇരിക്കട്ടെ, ഇവര് പറയുന്ന ആർമി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇപ്പൊ ഇൻ കേസ് അങ്ങനെ തകർന്നു എന്നിരിക്കട്ടെ, ഇന്ത്യൻ മിലിറ്ററിക്ക് ആ ന്യൂസ് പുറത്തുവിടാൻ താല്പര്യമില്ലെങ്കിൽ വിടില്ല. ഏഹ് അത് സ്വാഭാവികമല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു മിലിറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ലോകത്ത് ആരെങ്കിലും ഒക്കെ വിശ്വസിക്കാതെ ജീവിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ രാജ്യം കേൾക്കുന്ന പട്ടാളത്തെ വിശ്വാസം ഉണ്ട്, നമുക്ക് വിശ്വാസം വേണം. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ സംവിധാനങ്ങളിൽ വിശ്വാസം വേണം, കോടതിയിൽ വിശ്വാസം വേണം, പോലീസിൽ വിശ്വാസം വേണം. കുറെയൊക്കെ അത് ഇന്ന് വരെയും ആ ട്രസ്റ്റ് തകർക്കാത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഇന്ത്യൻ മിലിറ്ററി. ഇന്ത്യൻ മിലിറ്ററി ഇന്ന് വരെയും ഇന്ത്യക്കാരെ ബാക്ക് ഫുട്ടിലാക്കിയിട്ടില്ല, മാത്രമല്ല ഇന്ത്യക്കാരെ ചതിച്ചിട്ടുമില്ല. അവരുടെ സാക്രിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കഴിഞ്ഞ 10-70 വർഷത്തിന് മുകളിലായി നമ്മൾക്ക് നാടിന് വേണ്ടി ജീവൻ കൊടുത്തിട്ടേ ഉള്ളൂ. അവരുടെ സാക്രിഫൈസ്, അല്ലെ അവരത് വേറൊരു തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാത്ത ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനോട് ഈ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള ഒരു എനിക്ക് തോന്നുന്നില്ല അതിന്റെ മിലിറ്ററി സീക്രട്സ് ഒക്കെ പുറത്തു വിടണം എന്നുള്ള രീതിയിലുള്ള ഏത് തരം സംസാരം വന്നാലും നമുക്കത് വകവെച്ചു കൊടുക്കാൻ പറ്റുമെന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം ചോദിക്കട്ടെ, നമ്മളിപ്പോ ഒരു ബസ്സിൽ കയറുന്നു, അതായത് ധനുഷ് ഒരു ബസ്സിൽ കയറുമ്പോൾ നമ്മള് ആ ബസ്സിന്റെ ഡ്രൈവറെ ട്രസ്റ്റ് ചെയ്യുന്നില്ലേ? ഇവൻ കഞ്ചാവ് അടിച്ചിട്ടില്ല, ഇവൻ വെള്ളം അടിച്ചിട്ടില്ല എന്ന് നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടില്ല അതൊക്കെ ഇരിക്കുന്നത്. അല്ലെ നമ്മളൊരു എന്തെങ്കിലും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം യാത്ര ചെയ്യുമ്പോൾ ഇതെല്ലാം ഇതല്ലേ. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ രാജ്യത്തെ ട്രസ്റ്റ് ചെയ്യാം, രാജ്യത്തിന് മിലിറ്ററിനെ ട്രസ്റ്റ് ചെയ്യാം. ഇതൊന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലോകത്ത് വേറെ ആരെയും, കാരണം അവരുടെ മനസ്സങ്ങനെയാണ്, അവർക്ക് ലോകത്ത് ആരെയും വിശ്വാസവും ഇല്ല. കാരണം വെച്ചാൽ അവരെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് ലോകത്ത് മറ്റുള്ളവർക്ക് തോന്നുന്നതുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമായിട്ട് കാണണം, അല്ലാതെ മറ്റുള്ളവരുടെ കുഴപ്പമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എസ്പെഷ്യലി ഇന്ത്യൻ മിലിറ്ററിക്ക് പറയാനുള്ള ഇത് അവർ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട സമയത്ത് അവർ കൊടുക്കും. അതിനപ്പുറം നമുക്ക് അവരോട് അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ്, അതിന്റെ ഏത് തരം മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ് നിങ്ങൾ ചെയ്തതെന്നൊക്കെ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദേശ ശക്തികളെ സഹായിക്കാനും പൊളിറ്റിക്കൽ മൈലേജ് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെയുള്ള ഒരു ഗിമിക്കായിട്ട് മാത്രം കാണുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് കാലം വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതായത് ഇപ്പോ ഒരു സാധാരണ ഒരു കൊച്ചു കുട്ടിക്ക് വരെയും കാര്യങ്ങൾ ഇന്ന് അപഗ്രഥിക്കാനുള്ള ഒരു ഇതുണ്ട്. ഇന്ന് ഈ സ്മാർട്ട് ഫോണുകളും അതും ഇതും മീഡിയ എല്ലാം ഉള്ളതുകൊണ്ട്. അപ്പം ഒരു കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങള് ഒരു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് രാജ്യത്തിന്റെ കുഴപ്പമല്ല, അതൊരു വ്യക്തിയുടെ കുഴപ്പമാണെന്ന് നമ്മൾ കാണണം. അല്ലെങ്കിൽ അതിനൊത്ത ആൾക്കാരെ അവര് അതിന്റെ നേതൃത്വ നിരയിലോട്ട് കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നതെന്ന് ആ പാർട്ടികളും ഒന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ സാർ, ഞാൻ കമ്മിങ് ബാക്ക് ടു നാവിക് സിസ്റ്റംസ്. ഐ ജസ്റ്റ് വാണ്ട് ടു നോ മോർ അബൌട്ട് നാവിക് സിസ്റ്റം. അതായത് നമ്മുടെ നാവിക് സിസ്റ്റം നമ്മൾ ഇന്ത്യ വലിയൊരു
ഡെവലപ്മെന്റ് ആണ് 10 കൊല്ലം കൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രതിരോധ മേഖലയിൽ DRDOയ്ക്ക് നമ്മളെ കാണുന്ന ട്രമെൻഡസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. C-400 നമ്മൾ വെറുതെ ഉപയോഗിക്കുകയല്ല ചെയ്തത്. ഇപ്പോൾ റഷ്യ S-400 ഉപയോഗിച്ചിട്ട് പോലും യുക്രൈന് മോസ്കോയിൽ അടിക്കാൻ സാധിച്ചു, ഡ്രോൺ ആക്രമണം നടത്താൻ സാധിച്ചു. പക്ഷെ ഇന്ത്യയിൽ ഒരു മിസൈൽ പോലും അകത്തേക്ക് വരില്ല. നമ്മൾ നമ്മുടെ സാങ്കേതിക വിദ്യയും കൂടെ അതിനകത്തേക്ക് എന്താണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ S-400 ഉപയോഗിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിൽ നമ്മുടെ നാവിക് സിസ്റ്റം ഇപ്പോൾ വളരെ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ നാവിക് സിസ്റ്റം എന്ന് പോലും ചിലപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയുക ഉണ്ടായിരിക്കില്ല. നമ്മളൊക്കെ പറയുന്നുണ്ട്, നോക്കൂ ആ മർക്കസ് ഒക്കെ അടിച്ചത് നോക്കൂ, മർക്കസ് ഒക്കെ വളരെ പ്രിസൈസ് ആയിരുന്നു അറ്റാക്ക് എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ട് ആ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ അതുപോലെ തന്നെയുണ്ട്. ആ സ്ട്രക്ചറിന്റെ മുകളിൽ ജസ്റ്റ് നമ്മൾ ഈ ഫ്രൂട്ടിയിലൊക്കെ ഒരു ഹോൾ ഇട്ടിട്ടല്ലേ നമ്മൾ ആ സ്ട്രോ അകത്ത് കയറ്റി കുടിക്കുന്നത്, അതുപോലെ ജസ്റ്റ് ഒരു ഹോള് മാത്രമേ ഉള്ളൂ. പക്ഷെ അകത്തേക്ക് പോകുമ്പോൾ വലിയതായിട്ടുള്ള ഡാമേജ് ആണ് നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മുടെ നാവിക് സിസ്റ്റത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ നാവിക് സിസ്റ്റം എന്താണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് നമുക്ക് എപ്പോഴാണ് ലഭിച്ചത്? നമുക്ക് DRDOയുടെ കേസൊക്കെ അറിയാം. DRDO ഇപ്പോൾ വലിയ ട്രമൻഡസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ 50 ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ പോവുകയാണ്. പണ്ടൊക്കെ നമ്മൾ അമേരിക്ക പറയുന്നു, ചൈന നമ്മുടെ അതിർത്തിയിൽ റോഡ് പണിയുന്നു, സാറ്റലൈറ്റ് ഉപഗ്രഹങ്ങൾ പുറത്തുവിട്ടു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 10 കൊല്ലം ആയതേ ഉള്ളൂ നരേന്ദ്രമോദി സർക്കാർ ഭരിച്ചിട്ട്. നമ്മൾ 50 ചാര ഉപഗ്രഹങ്ങൾ അയക്കാൻ പോകുന്നു. ഇനി നാളെ ചൈന അവിടെ ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, പാകിസ്ഥാൻ അനങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പോരാത്തതിന് ഹ്യൂമനോയിഡ് റോബോട്ട്സുകൾ 2027 നമ്മുടെ സൈന്യത്തിന്റെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിനെയൊക്കെ കുറിച്ച് വഴിയെ ചർച്ച ചെയ്യാം. ഇപ്പൊ എനിക്ക് നാവിക് സിസ്റ്റത്തിനെ കുറിച്ച് അറിയണം. വാട്ട് ഈസ് ദാറ്റ് തിങ്? അതെ, ഈ നാവിക് സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ 1999 ഈ കാർഗിൽ യുദ്ധ സമയത്ത് GPS അവരുടെ ഡേറ്റാസ് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ ഡേറ്റ ഷെയർ ചെയ്യാൻ അമേരിക്ക തയ്യാറായില്ല. അപ്പോൾ ഡേറ്റ ഷെയർ ചെയ്യാതിരുന്ന സമയത്ത് ഇന്ത്യക്ക്, അതായത് 1999 തന്നെ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് ISRO പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് മനസ്സിലായി സ്വന്തമായിട്ട് ഒരു നാവിഗേഷൻ സിസ്റ്റം വേണം, അതിന് സോഫ്റ്റ്വെയർ വേണം, അതിന് വേണ്ട സാറ്റലൈറ്റ്സ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ പ്രശ്നം വരും എന്ന് മനസ്സിലായി. അപ്പം 1999 തൊട്ട് ISROയുടെ ഭാഗമായിട്ടും ഈ DRDOയുടെ ഭാഗമായിട്ടും ഒക്കെ ഇതിനൊരു സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് നടക്കുന്നുണ്ട്, അതായത് ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഒരു നരേന്ദ്രമോദി ഗവൺമെന്റ് നിലവിൽ വന്ന ശേഷം 2014 ശേഷം അതിനു മുമ്പും ഇതിനോടൊക്കെ കൂടുതൽ ഫണ്ടുകൾ ഇറക്കുകയും സ്വാഭാവികമായിട്ട് ഇപ്പൊ നിലവിൽ 11 സാറ്റലൈറ്റ്സ് ആണ് ഈ നാവിക് എന്ന് പറയുന്ന ഒരു നാവിഗേഷൻ സിസ്റ്റത്തിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ 11 സോഫ്റ്റ്വെയർസ് പല ബാൻഡിലുള്ള 11 സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുന്നുണ്ട്, സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള GPS സിസ്റ്റത്തെക്കാളും വളരെയധികം പ്രിസൈസ് ആണ് കൂടുതലും. അതായത് ഇന്ത്യയുടെ നമുക്കറിയാലോ, നമ്മുടെ രാജ്യത്തിന്റെ 1500 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏത് സ്ഥലത്തും 30 മീറ്റർ തൊട്ട് 30 മീറ്റർ അല്ല, അതിന്റെ 4 മീറ്റർ പൊസിഷനിൽ വരെ, അതായത് 4 മീറ്റർ പൊസിഷൻ ടു 4 സെന്റിമീറ്റർ പൊസിഷൻ, ഏറ്റവും ഷാർപ്പസ്റ്റ് പറയുകയാണെങ്കിൽ 4 സെന്റിമീറ്റർ പൊസിഷനിൽ വരെ നമുക്ക് ഈ കൃത്യമായിട്ട് ഇതിന്റെ എന്താ പറയാ ഒരു ആക്യുറസി ഉണ്ട് ഈ പറയുന്ന സിസ്റ്റത്തിന്. അപ്പൊ അതേപോലെ തന്നെ ഈ സിസ്റ്റം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ സിസ്റ്റമായിട്ടുള്ള GPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലഹരണപ്പെട്ട ഒരു, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, നിങ്ങൾ GPS ഉപയോഗിച്ച ഒക്കെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ തന്നെ ആ പൊസിഷനിൽ നമ്മൾ ഹാപ്പി അല്ല. ചിലർ പറയുന്നുണ്ട് നമ്മൾ കാട്ടിലെത്തി എന്നൊക്കെ പറയുന്നുണ്ട്, റോഡ് മാറിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ആക്യുറസിയിലുള്ള വ്യത്യാസങ്ങളാ വരും. 30 മീറ്റർ അങ്ങനെ തുടങ്ങിയ വ്യത്യാസങ്ങൾ അതിന് വരുന്നുണ്ട്. 30 മീറ്റർ ടു 300 മീറ്റർ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മീറ്റർ ടു 4 സെന്റിമീറ്റർ പൊസിഷനിൽ വരെ അവർക്ക് ഡേറ്റാസ് ഈ എവിടെ തൊട്ട്, അതായത് ഇന്ത്യക്ക് ചുറ്റും 1500 കിലോമീറ്റർ ചുറ്റളവില്, അതായത് ആഫ്രിക്ക തൊട്ട് ഇപ്പുറത്തോട്ട് ആഫ്രിക്ക വരെയും അപ്പുറത്തോട്ട് ഓസ്ട്രേലിയ വരെയും പിന്നെ റഷ്യയുടെ ചില ഭാഗങ്ങളുടെ ഇതുവരെ എൻ്റർ ചൈന ഈ സിസ്റ്റത്തിന്റെ പരിധിയിൽ വരും. ഈ 11 സാറ്റലൈറ്റ്സ് ആണ് നിലവിൽ നമുക്ക് അറിയാവുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ സാറ്റലൈറ്റ്സ് എല്ലാം അടിച്ചു കളയാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അതായത് ഇന്ന് ലോകത്തെ പല രാജ്യങ്ങൾക്ക് സാറ്റലൈറ്റ്സ് നശിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇപ്പം ധനുഷ് ആദ്യം പറഞ്ഞ പോലെ ഒരു പ്ലാൻ ബി ഈ കാര്യത്തിലും കാണും. നമ്മൾ ഇപ്പം 10-40 സാറ്റലൈറ്റ്സ് പുതിയതായിട്ട് വിടുന്നുണ്ടെങ്കിൽ
അതിലും ഈ പറയുന്ന നാവിക് പോലെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇസ്രോ പറഞ്ഞും പറയാതെയും വിടുന്ന സാറ്റലൈറ്റ്സുകൾ കാണും. ചിലപ്പോൾ ഒരു 10, ഞാനിപ്പോ പറഞ്ഞ ഈ 11 സാറ്റലൈറ്റ്സ് ഫുൾ അടിച്ചു കളഞ്ഞാൽ പോലും വേറെ 11 വേറെ 20 നമ്മുടെ സംവിധാനത്തില് നമുക്കത് അറിയത്തില്ല. ഇപ്പൊ അതല്ല എനിക്ക് അറിയണം എന്നൊക്കെ എനിക്കിപ്പോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് പറയും ഏതൊക്കെ സാറ്റലൈറ്റ്സ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും മറുപടി ലഭിക്കാൻ പോകുന്നില്ല. അതെല്ലാം റിലേറ്റീവ്, ഞാൻ ഒന്ന് റിലേറ്റ് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന പോലത്തെ സാറ്റലൈറ്റ് അത്ര പ്രിസിഷനിൽ പോകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിൽ ഇപ്പൊ പറഞ്ഞ റേഞ്ചില്, അതായത് ആഫ്രിക്ക തൊട്ട് ഇപ്പോഴത്തെ ഓസ്ട്രേലിയ വരെ ഉള്ള റേഞ്ചില് ഇന്ന് ലോകത്ത് ലഭ്യമാകുന്ന ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റമാണ് ഇന്ത്യയുടെ നാവിക് എന്ന് പറയുന്ന നാവിഗേഷൻ സിസ്റ്റം ഉള്ളത്. അപ്പം ആ സിസ്റ്റത്തിന്റെ ആക്യുറസി, അതായത് കെട്ടിടത്തില് ബോംബ് വീഴേണ്ടത് എവിടെ എന്നുള്ള പോയിന്റ് വരെയും അതിന്റെ ആക്യുറസിയാണ് കാണിക്കുന്നത്. അതിന്റെ ഉള്ളിലുള്ള എന്താ പറയാ, ഉള്ളിലുണ്ടായിരിക്കുന്ന ഡാമേജ്, ആ വെപ്പണിന്റെ ആക്യുറസിയും വീഴുന്ന പ്രിസൈസ് പോയിന്റ് ഈ പറയുന്ന നാവിക് പോലെയുള്ള നമ്മുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള നാവിഗേഷൻ സാറ്റലൈറ്റ്സ് ഉള്ള അതിന്റെ ഒരു കോമ്പിനേഷന്റെ ആക്യുറസിയാണ് കാണിക്കുന്നത്. അപ്പം അത് നമ്മൾ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് നമ്മളുടെ DRDOയും ISRO ഒക്കെ ചെയ്യുന്നൊന്നും നമ്മൾ വേണ്ടത്ര അറിയുന്നില്ല. ഒന്ന്, രണ്ട്, ആൾക്കാർക്ക് അതില് പ്രൈഡ് ഇല്ല. ഇപ്പൊ അങ്ങനെ ആ പ്രൈഡ് വരും നമുക്ക്. കാരണം സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിച്ചു നോക്കും, ആകാശ് മിസൈലിന്റെ കാര്യത്തിലൊക്കെ ലോകം എന്നും എല്ലായിടത്തും ഈ മിസൈൽസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അയൺ ഡോം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ കമ്പനികളെ കുറിച്ച് പ്രൈഡ് വേണം. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയായിരുന്നു S-400 കുറിച്ചല്ല, നമ്മുടെ യുദ്ധവിമാനം ഉണ്ടല്ലോ, F-35 വേണം, അല്ലെങ്കിൽ വേറെ ആരും ഇപ്പൊ മിണ്ടുന്നില്ല. അതായത് അത് അവർക്ക് മനസ്സിലായി ഇന്ത്യയിൽ നമ്മളിപ്പം എന്തെങ്കിലും കാരണത്തില് നമുക്ക് കുറച്ച് യുദ്ധവിമാനങ്ങളുടെ കുറവുണ്ടെങ്കിൽ കൃത്യമായിട്ടും അതിനെ അടിച്ച് പുതിയ അതിനൊരു മറുമരുന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ പുതിയൊരു സിസ്റ്റം നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഈ പറയുന്ന വേറെ ബഹളങ്ങളൊന്നും ഈ വിമാനങ്ങളെ കുറിച്ചൊന്നും പുതിയതായിട്ട് വരാതിരിക്കുന്നത്. ഓക്കെ സാർ, ഇപ്പോൾ നാവിക്കിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. എന്തായാലും ഡമ്മി എയർക്രാഫ്റ്റുകളാണ് ഇന്ത്യ ആദ്യം വിട്ടത് എന്നുള്ളത് ഇന്ത്യയുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു യുദ്ധതന്ത്രമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കാർ ഇന്ത്യയുടെ സകല സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിഫൻസിന്റെ സീക്രറ്റ്സും തുറന്നു വെക്കണം എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പ് രാഹുൽ ഗാന്ധിക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അദ്ദേഹം ഇങ്ങനെ തന്നെ തുടർന്ന് പോകട്ടെ. അദ്ദേഹമാണ് BJPയുടെ ഐശ്വര്യം എന്ന് പല ആൾക്കാരും പറയുന്നത് വെറുതെ അല്ല. അദ്ദേഹത്തിന് ഭാവി പ്രധാനമന്ത്രിയായിട്ട് തുടർന്ന് പോകാനുള്ള അവസരം ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു സോ മച്ച്.